നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിർണായക പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടാൻ പോവുകയാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ തകർത്തപ്പോൾ പാകിസ്ഥാൻ ന്യൂസിലൻഡിനോട് തോറ്റ ക്ഷീണത്തിലാണ് വരുന്നത്. ഇന്ത്യക്കെതിരെ ദുബായിൽ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന ടീമാണ് പാകിസ്ഥാൻ. 2 തവണ ഇന്ത്യയെ ദുബായിൽ മുട്ടുകുത്തിച്ച ആത്മവിശ്വാസം പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച പ്ലേയിങ് 11 കളത്തിലിറക്കി പാകിസ്ഥാനെ വിറപ്പിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. ഇത്തവണ പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറാകാത്തതോടെ ഇന്ത്യയെ എങ്ങനെയും തോൽപ്പിച്ച പകരം വീട്ടാനാകും പാക് പട ആഗ്രഹിക്കുക. സൂപ്പർ പോരിനിറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ നിന്ന് പ്രതീക്ഷ നൽകാത്ത ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ സൂപ്പർ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുൻപ് പരിശീലനത്തിന് ഇറങ്ങാത്തതാണ് വലിയ ചർച്ചയാകുന്നത്. ഇന്ത്യൻ ടീമിന്റെ പരിശീലന സെഷനിൽ ഋഷഭ് ഉണ്ടായിരുന്നില്ല. ഇതോടെ ഋഷഭ് പന്തും ഗൗതം ഗംഭീറും തമ്മിലുള്ള ഭിന്നത വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഗംഭീർ അവസരം നൽകാത്തതിലെ അതൃപ്തി ഋഷഭിനുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഗൗതം ഗംഭീർ പരിശീലകനായി വരുന്നതിന് മുൻപ് വരെ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തായിരുന്നു. 3 ഫോർമാറ്റിലും ഋഷഭിനായിരുന്നു മുഖ്യ പരിഗണന. എന്നാൽ ഗംഭീർ എത്തിയതോടെ ഋഷഭിന്റെ ഈ ഒരു ആധിപത്യം പൊളിച്ചെഴുതി. T20യിൽ സഞ്ജു സാംസണെ വിക്കറ്റ് കീപ്പറാക്കിയ ഗംഭീർ ഏകദിനത്തിൽ KL രാഹുലിനാണ് 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്ഥാനം നൽകിയത്. ഇതോടെ ഋഷഭ് പന്ത് ടെസ്റ്റിലേക്ക് മാത്രമായി ചുരുങ്ങി. ഇതിൽ ഋഷഭിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അവസരം നൽകാത്തതിന്റെ പേരിൽ ഋഷഭ് ഗംഭീറുമായി വാക്കുതർക്കം വരെ ഉണ്ടായെന്നാണ് PTI അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഋഷഭ് പരിശീലനത്തിന് ഇറങ്ങാതെ വന്നതോടെ ഗംഭീറുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് കാരണമെന്ന അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഋഷഭ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ താരങ്ങളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ താരത്തെ മുന്നിലിരുത്തുന്ന ഗംഭീറിന്റെ നിലപാടിനോട് കടുത്ത അതൃപ്തിയാണ് ആരാധകർക്കും ഉള്ളത്. ഋഷഭ് പന്ത് പരിശീലനത്തിന് ഇറങ്ങാത്തതിന് കാരണം ഗംഭീരമായുള്ള അഭിപ്രായ ഭിന്നതയാണെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. എന്നാൽ ഋഷഭിന് പനിയാണെന്നാണ് ശുഭ്മാൻ ഗിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ വൈറൽ പനിയെ തുടർന്നാണ് താരം വിശ്രമമെടുത്തതെന്നാണ് വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഗില്ല് പറഞ്ഞത്. എന്നാൽ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഋഷഭിന് പനിയാണെന്നുള്ള വാർത്തകൾ തള്ളിക്കളയുകയാണ് ആരാധകർ. ഋഷഭ് പന്തിന് ഇന്ത്യയുടെ പ്ലേയിങ് 11ൽ സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതിൽ അതൃപ്തിയുള്ള ഋഷഭ് മാറി നിൽക്കാൻ തീരുമാനിച്ചതാണെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. ഋഷഭ് എക്സ് ഫാക്ടർ താരമാണ്. ഒറ്റയ്ക്ക് മത്സര ഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ താരത്തെ എതിരാളികളും ഭയക്കുകയാണ്. എന്നാൽ ഋഷഭിനെ വേണ്ട വിധം ഉപയോഗിക്കാത്ത ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ നീക്കം വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത്. പാകിസ്ഥാനെതിരായ മത്സരത്തിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 മാറ്റം വരുത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഋഷഭ് പന്ത് പരിശീലനത്തിന് ഇറങ്ങാത്തതോടെ KL രാഹുൽ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കുൽദീപ് യാദവിന് പകരം വരുൺ ചക്രവർത്തിയെ ഇന്ത്യ കളിപ്പിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ദുബായിൽ മികച്ച റെക്കോർഡാണ് വരുണിനുള്ളത്. എന്നാൽ കുൽദീപ് യാദവിന് പാകിസ്ഥാനെതിരെ മികച്ച റെക്കോർഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കുൽദീപിനെ മാറ്റാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം.